നമസ്കാരം. ഇപ്പം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുള്ള വാതരോഗികൾക്ക് ഏറ്റവും വലിയൊരു ത്രെട്ട് എന്താണെന്ന് ചോദിച്ചാൽ, അസുഖം ഒരു പ്രശ്നമാണ്. അസുഖത്തിൻ്റെ ഇല്ലാതെയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ എന്നുള്ളതാണ് ഒറ്റ വാക്കിലുള്ള ഒരു ആൻസർ. അപ്പം ഇൻഫെക്ഷൻ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർക്ക് അതിൻ്റെ റിസ്ക് കൂടുതലാണ്. എന്തുകൊണ്ടാണ് കൂടുന്നത്? ഒന്ന്, ഇവർക്ക് നമുക്കറിയാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം കൊണ്ടാണല്ലോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് ഇമ്മ്യൂൺ ഡിസ്റെഗുലേഷൻ, അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ഇവിടെ കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യില്ല. ഇമ്മ്യൂണിറ്റിയുടെ ഫംഗ്ഷൻ എന്താണ്? പുറത്തുനിന്ന് വരുന്ന ബാക്ടീരിയയും വൈറസിനെയൊക്കെ അടിച്ചോടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇമ്മ്യൂൺ ഡിസ്ഫങ്ഷൻ വരുമ്പോൾ ഓൾറെഡി ഇവർക്ക് ഇൻഫെക്ഷനുള്ള റിസ്ക് കൂടുതലാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളും ഇമ്മ്യൂണോ സപ്രസൻറ്റ് മരുന്നുകളായിരിക്കും ചിലപ്പോൾ. അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറച്ചുകൂടി താത്തുന്ന മരുന്നുകളും ഇമ്മ്യൂൺ സിസ്റ്റത്തെ മോഡിഫൈ ചെയ്യുന്ന മരുന്നുകളും ആയിരിക്കും. അപ്പം അസുഖം കൂടിയിരിക്കുന്ന സമയത്ത് ഒന്നും ഇവർക്ക് ഇൻഫെക്ഷൻ റിസ്ക് കൂടുതലാണ്. എസ്പെഷ്യലി SLE-ലും റുമറ്റോയിഡിലും ഒക്കെ അസുഖം നല്ല രീതിയിൽ കൂടിയിരിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കാണും. ഇൻഫ്ലമേഷൻ ഉള്ളപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ശരിയായിട്ട് ഫംഗ്ഷൻ ചെയ്യില്ല. അങ്ങനെയുള്ളപ്പോൾ ഇൻഫെക്ഷൻ റിസ്ക് കൂടും. രണ്ട്, ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളും എസ്പെഷ്യലി സ്റ്റിറോയിഡുകളൊക്കെ ഹൈ ഡോസിൽ പോകുന്ന സമയത്ത് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ കൂടും. മാത്രം സ്റ്റിറോയിഡ് കുറേ ദിവസം കൂടുതൽ നീണ്ടു നിന്ന് കഴിച്ചു കഴിഞ്ഞാലും അത് ഇൻഫെക്ഷൻ റിസ്ക് കൂടും. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലങ്സിന് പ്രശ്നമുണ്ട്. ഫോർ എക്സാമ്പിൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസോ ലൂപ്പസോ സ്ക്ലെറോഡെർമയൊക്കെ ഉള്ളവർക്ക് ലങ്സിനെ അഫക്റ്റ് ചെയ്യാം. ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് ഉണ്ടാകാം, ബ്രോങ്കിക്ടൈറ്റിസ് ഉണ്ടാകാം. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് എന്ത് വരും? അവർക്ക് ആ ലങ്സിന് ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക്കും കൂടും. അപ്പോൾ അസുഖം കൊണ്ട് വരാം, അസുഖത്തിൻ്റെ ഏതെങ്കിലും അവയവങ്ങളെ ബാധിച്ചു കഴിഞ്ഞാൽ അവിടെ വരാം. രണ്ട്, മരുന്നുകൾ കൊണ്ടും വരാം. അതോടൊപ്പം തന്നെ അനുബന്ധ അസുഖങ്ങൾ, ഫോർ എക്സാമ്പിൾ അസുഖം ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസോ SLE ഉള്ളവർക്ക് ഡയബറ്റീസ് കൂടി കൂടെ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ റിസ്ക് വീണ്ടും കൂടും. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടിട്ടാണ് ഇവർക്ക് ഇൻഫെക്ഷൻ കൂടുന്നത്. എന്ത് ഇൻഫെക്ഷൻ സാധാരണയായിട്ട് കണ്ടുവരുന്നത്? നമുക്ക് പലപ്പോഴും കണ്ടുവരുന്ന ഇൻഫെക്ഷൻ ലങ്സിനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇൻഫെക്ഷൻ വരുന്നത്. യൂറിനറി ഇൻഫെക്ഷൻ വരാം. അപ്പോൾ ലങ്സിൻ്റെ ഇൻഫെക്ഷനും യൂറിനറി ഇൻഫെക്ഷനുമാണ് ഏറ്റവും കൂടുതലായിട്ട് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. ഏത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും ഇവർക്ക് ഇപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ തന്നെയാണെങ്കിലും ഇപ്പം സാധാരണ ആളുകളെക്കാളും ഇവർക്ക് അതിൻ്റെ ഒരു സിവിയറിറ്റി കുറച്ച് കൂടാനുള്ള സാധ്യത, കാരണം ഓൾറെഡി അസുഖം ഉള്ളത് കൊണ്ട് ഇവർക്ക് കുറച്ച് സിവിയറിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട്. അസുഖം വരാതെ നോക്കുന്നതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫെക്ഷൻ ഞാൻ പറഞ്ഞു, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, വൈറൽ ഇൻഫെക്ഷനും ബാക്ടീരിയൽ ഇൻഫെക്ഷനുമാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ എന്താണ്? സാധാരണ വരുന്ന ഇൻഫ്ലുവൻസ പോലുള്ള വൈറസുകളാണ് ഏറ്റവും കൂടുതലായിട്ട്. അതായത് കോവിഡൊക്കെ ഇപ്പോൾ കുറച്ചുണ്ട്. ഇതൊക്കെ വരാതിരിക്കാൻ ഒന്ന് മാസ്ക് ധരിക്കുക എന്നുള്ളതാണ്. ക്രൗഡഡ് പനിയുള്ളവരുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക. എസ്പെഷ്യലി ഇപ്പോൾ കുട്ടികളെ സ്കൂളിൽ പോയി വരുമ്പോൾ പനിയായിട്ട് വരികയാണെങ്കിൽ ഒന്ന് അവരുമായിട്ട് അകലം പാലിക്കുക പറ്റുവാണെങ്കിൽ. ഇപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആണെങ്കിൽ കുറച്ച് 2-3 ദിവസത്തേക്കൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവരുടെ പനി മാറുകയും നമുക്ക് ആ പനി കിട്ടാതിരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അവർ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് അത് വീട്ടിലെല്ലാവർക്കും പടർന്ന് നമുക്കും അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. രണ്ട്, നമുക്ക് ആക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറച്ച് കൂട്ടി വയ്ക്കുക എന്നുള്ളത്, ഇമ്മ്യൂണിറ്റി കുറച്ച് മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യുക. സ്റ്റിറോയിഡുകളുടെ ലോങ് ടേം ഉപയോഗം കഴിയുന്ന ഒഴിവാക്കുക. സ്റ്റിറോയിഡാണ് ഏറ്റവും വലിയ കൾപ്രിറ്റ് ഇൻഫെക്ഷൻ കൂടാനുള്ളത്. അത് 10 മില്ലിഗ്രാമിൽ കൂടുതൽ, 7 മില്ലിഗ്രാം 10 മില്ലിഗ്രാമിൽ കൂടുതൽ സ്റ്റിറോയിഡ് യൂസിന് കഴിയുന്ന ഒഴിവാക്കുക. സ്റ്റിറോയിഡ് ഇപ്പം ചില അസുഖങ്ങൾക്ക് സ്റ്റിറോയിഡ്, ഫോർ എക്സാമ്പിൾ പോളിമയാൾജിയ റുമാറ്റിക്ക, വളരെ റെയർ ആയിട്ടുള്ള ചെറിയ അസുഖങ്ങൾ, അതിന് സ്റ്റിറോയിഡിൻ്റെ ചെറിയ ഡോസ് ചിലപ്പോൾ കഴിക്കേണ്ടി വന്നേക്കാം. അത് തന്നെ ഏറ്റവും കുറയ്ക്കുക. കഴിയുന്നതും വേറെ മരുന്നുകളിലേക്ക് മാറ്റി മെതോട്രെക്സെറ്റോ അല്ലെങ്കിൽ ഹൈഡ്രോക്സിക്ലോറോക്വിനോ തുടങ്ങിയിട്ട് സ്റ്റിറോയിഡിൻ്റെ ഡോസുകൾ കഴിയുന്നതും കുറച്ച് നിർത്താൻ ശ്രമിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, അസുഖം കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക. അപ്പം നമ്മുടെ അസുഖം നല്ല രീതിയിൽ കൺട്രോൾ ആണെങ്കിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പിടിച്ചു നിൽക്കുകയും നമുക്കത് വലിയ കുഴപ്പമില്ലാതെ പോവുകയും ചെയ്യും. മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ അസുഖം വരാതെ നോക്കാനായിട്ട് മാസ്ക് പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക. നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക. അതായത് തിളപ്പിച്ചാറ്റിയ ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, ചൂടായുള്ള ഫുഡ് കഴിക്കുക, പഴകിയ ഫുഡ് കഴിച്ച് വയറിളക്കം വരുത്തി വയ്ക്കാതിരിക്കുക. യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കേണ്ട നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. 1 to 2 ലിറ്റേഴ്സ് 2 to 3 ലിറ്റേഴ്സെങ്കിലും വെള്ളം ഒരു ദിവസം കുടിച്ചു കഴിഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് ഗണ്യമായിട്ട് കുറയും. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കുറച്ച് മെഷേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമുക്ക് കുറച്ചുകൂടി, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. വേറെ 1-2 കാര്യങ്ങൾ നമ്മൾ അറിയാത്തത്. ഒന്ന്, വാക്സിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ എനിക്ക് ചെറിയൊരു ഇടയ്ക്ക് ഇൻഫെക്ഷൻ റെഗുലറായിട്ട്, കാരണം ഇത്രയും പേഷ്യൻസിനെ കാണുമ്പോൾ അവരുടെ നിന്ന് എനിക്ക് എല്ലാ വർഷവും എനിക്ക് ഇൻഫെക്ഷൻ വരുമായിരുന്നു. ഒരു 3 മാസം 4 മാസം കൂടുമ്പോൾ ഇൻഫെക്ഷൻ വരുമായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ വാക്സിൻ, മാത്രമല്ല എനിക്ക് ചെറിയൊരു ആസ്മയുടെ പ്രശ്നമുണ്ട് എനിക്ക് ഫാമിലി പരമായിട്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കും. ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എനിക്ക് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന വൈറസിൻ്റെ ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് കുറയും. അപ്പോൾ എല്ലാ വർഷവും ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ഇൻഫ്ലുവൻസയുടെ റിസ്ക് കുറയും. അതോടൊപ്പം തന്നെ അത് എല്ലാവരും എടുക്കണം എന്നല്ല, ഒരു 50-60 വയസ്സ് കഴിഞ്ഞ ആളുകൾ വാതരോഗം ലങ്സിനെ ബാധിച്ചവർ അവർ മസ്റ്റായിട്ട് എടുക്കാം. നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ളവർക്ക്. 50 വയസ്സ് 60 വയസ്സിന് മുകളിലുള്ളവർക്കും ലങ്സിനെ വാദം ബാധിച്ചവർക്ക്, അതായത് സ്ക്ലെറോഡെർമയിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ലങ്സിനെ ബാധിച്ചിട്ടുണ്ട്, ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഫ്ലൂ വാക്സിൻ എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഫ്ലൂ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ 60 വയസ്സ് കഴിഞ്ഞവർക്കും അതുപോലെ ലങ്സിന് ബാധിച്ചവർക്കും അസുഖം തീവ്രമാകാനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാനും ഒക്കെ വേണ്ടി വരാനുള്ള ചാൻസ് കൂടുതലാണ്.
അപ്പോൾ ഇവർക്ക് ഈ ഫ്ലൂ ജാബ് എടുക്കുക, അത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് പുതിയ വാക്സിൻ വരുന്ന എടുക്കുക നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ ന്യൂമോണിയ വരാതിരിക്കാൻ ന്യൂമോകോക്കൽ വാക്സിൻ ഉണ്ട്. അത് 5 വർഷം കൂടുമ്പോഴാണ് അത് വരുന്നത്. അപ്പോൾ മറ്റേ ഫ്ലൂ ജാബ് എല്ലാ വർഷവും ന്യൂമോകോക്കൽ വാക്സിൻ 5 വർഷം കൂടുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ ന്യൂമോണിയ വരാനുള്ള റിസ്ക് ഒരു പരിധി വരെ കുറയും. അപ്പോൾ ഇൻഫ്ലുവൻസ വൈറസ് മാത്രമല്ല കേട്ടോളൂ, ഇഷ്ടംപോലെ ടൈപ്പ് വൈറസുകളുണ്ട്. അതിൽ ഇൻഫ്ലുവൻസ മാത്രമാണ് ഈ ഫ്ലൂ ജാബ് കൊണ്ട് പ്രൊട്ടക്റ്റ് ആകുന്നത്. പക്ഷേ ഇൻഫ്ലുവൻസയാണ് സീരിയസ് ആയിട്ടുള്ള ഫ്ലൂ ഉണ്ടാക്കുന്ന, വൈറൽ ഫീവർ ഉണ്ടാക്കുന്ന ഒരു വൈറസ്. അപ്പം വാക്സിൻ എടുക്കുക എന്നുള്ള ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കുറയും. പിന്നെ അൺകോമൺ ആയിട്ട് കണ്ടുവരുന്ന സാധാരണ ഒരു ഇൻഫെക്ഷനാണ് 1-2 പേർക്ക് കാണുന്ന ഷിംഗിൾസ് എന്ന് പറയും. ഷിംഗിൾസിന് നമുക്കറിയാം വിശർപ്പൻ എന്നൊക്കെ പറയും. ചിക്കൻ പോക്സ് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ചില മരുന്നുകൾ, എസ്പെഷ്യലി ഇമ്മ്യൂണോ സപ്രസൻ്റ് മരുന്ന് കഴിക്കുമ്പോൾ ചിലർക്ക് വിശർപ്പം പോലെ വരുന്നത്, സിവിയർ പെയിൻ ആയിരിക്കും ഇതിന് വരുന്നത്. അത് ഹെർപ്പിസ് സോസ്റ്റർ എന്നാണ് അതിന് നമ്മുടെ സയൻറ്റിഫിക് ടെർമിനോളജി. അതിനെതിരെയും വാക്സിൻ അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ വാക്സിൻ കുറച്ച് വില കൂടുതലായതുകൊണ്ട് സാധാരണ നമ്മൾ എടുപ്പിക്കാറില്ല. അത് ഒരു 10-20,000 രൂപയോളൊക്കെ ആകും അതിൻ്റെ വാക്സിന്. എങ്കിലും അങ്ങനെ ഒരു ഹൈ റിസ്ക് 60-65 വയസ്സുള്ള ഒരാളാണ് ഹെർപ്പിസ് സോസ്റ്റർ വന്നു കഴിഞ്ഞാൽ ചിലപ്പം സ്ഥിതി മോശമാകാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹൈ റിസ്ക് കേസിൽ ഈ സോസ്റ്ററിൻ്റെ വാക്സിൻ നമ്മൾ എടുപ്പിക്കാറുണ്ട്. പിന്നെ സാധാരണ നമ്മൾ പറയുന്ന വേറൊരു പൊടിക്കൈയാണ് വിറ്റമിൻ സി, സിങ്ക് തുടങ്ങിയവല്ല ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് ആണ്. അപ്പോൾ വിറ്റമിൻ സി എവിടെയാണ് കിട്ടും? നമുക്ക് അറിയാം, നാരങ്ങയിൽ നല്ല രീതിയിൽ കിട്ടും. നാരങ്ങ അപ്പോൾ പിഴിഞ്ഞിട്ട് സാധാരണ കുറച്ചൊരു നമ്മുടെ ശർക്കരയൊക്കെ ചേർത്ത് രാവിലെ നാരങ്ങയുടെ നീര് കുടിച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ സി കിട്ടും. അല്ലെങ്കിൽ വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ്സും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഒരു നെല്ലിക്കയിൽ വൈറ്റമിൻ സി ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ സി കറക്റ്റായിട്ട് കഴിക്കുക, വിറ്റമിൻ ഡി കറക്റ്റായിട്ട് കഴിക്കുക. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചുകൂടി ബൂസ്റ്റ് ആകുകയും ഇൻഫെക്ഷൻ വരാതെ നമുക്ക് നോക്കാൻ സാധിക്കുകയും ചെയ്യും.